രാഷ്ട്രീയപരമായിട്ട് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും ശരിയല്ലാത്തൊരു ഏർപ്പാടാണ് നമ്മൾ പറയണത്. എന്താ അറിയില്ല, ഒന്നും പറയല്ല. അങ്ങനെ എന്തോ ആണ് അഭിപ്രായമല്ല. നമ്മളെന്താ പറയുക, ഞാൻ തമിഴ്നാട്ടുകാരൻ, നമ്മൾ ഇവിടുത്തുകാരനല്ല. ചെറിയൊരു അഭിപ്രായമുണ്ട്. അത് ഏത് പാർട്ടി ആയാലും അത് ചെയ്യണത് ശരിയല്ല എന്ന് നമ്മുടെ അഭിപ്രായം. മരിച്ചത് ഏതായാലും മരിച്ചു പോയി. അത് ഈ മരിക്കുന്നതിന് മുന്നേ KCB എന്ന് പറഞ്ഞ സാധനം ഇന്നലെ മിഞ്ഞാന്നുണ്ടായതല്ല. ഈ കേബിളിൻ്റെ ഉള്ളിൽ കൂടെ ബാർ കൊടുക്കുകയെന്ന് വെച്ചാൽ അയിമൽ ആൾക്കാർ കൊളുത്തി കറണ്ട് എടുക്കൂലെന്ന്. അത് ചെയ്തിട്ടില്ല, ഒരു സർക്കാരും ചെയ്തിട്ടില്ല. പല സർക്കാരും ഇവിടെ മാറി മറിച്ച് ഇവിടെ വരുന്നുണ്ട്, ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് വന്നപ്പോൾ അതിൻ്റെ പേരിൽ ഒച്ചമൊഴി ഉണ്ടാക്കി നടക്കുന്നത് ശരിയല്ല. ഇനി ഇടതായാലും ശരിയാണ്, വലുതായാലും ശരിയാണ്. അതൊന്നും ശരിയല്ലാത്തൊരു ഏർപ്പാടാണ് നമ്മൾ പറയണത്. ഇതൊക്കെ മുൻകൂട്ടി ചെയ്യണം. അതല്ലെങ്കിൽ അതിന് കേട്ടിട്ട് അതിൻ്റേതായ പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാന്നല്ലാതെ ഇത് വിളിച്ചു പറഞ്ഞ് നടന്നിട്ട് അതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഈ പാർട്ടിൻ്റെ ഇതിനാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു പോണത്. ഓരോ പാർട്ടിക്കാരിപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഇവിടെ എത്തിക്കണം അനുദൂൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ കേരളത്തിൽ ആരും വരാനില്ല. മുഖ്യമന്ത്രി VD സതീശനും അല്ലാത്തവരൊക്കെ ഇവിടെ എത്തി. ഇതില്ല പറഞ്ഞാൽ പിന്നെ ഇവർ പന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കെണി വെക്കുകയാണ്. മറ്റേ 3 3 ഫേസ് ലൈൻ വന്ന്, അല്ലാതെ ഗൂഢാചരണമൊന്നുമില്ല. അത് വളരെ മോശമാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. കുട്ടിയല്ലേ, ആ കുട്ടീൻ്റെ മരണം രാഷ്ട്രീയത്തിലിട്ട് എന്ന് പറഞ്ഞാൽ അത് മുതലെടുക്കാൻ അത് ഒരിക്കലും ശരിയാവില്ല, ശരിയാവാൻ പാടില്ല. അത് ചില ആൾക്കാർ ആദ്യമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ബോധവാന്മാരായിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇവിടെ 2 മാസമായി മുന്നേ ഒരാൾ മരിച്ച, 2-3 മാസം മുന്നേ മരിച്ചതാണ്. അതിൻ്റെ ഒരാൾ ഇന്നുവരായിട്ടും വന്ന് നോക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഒന്നുമില്ല. ആൾ ഇതേപോലെ തന്നെയാണ്, ഇതേപോലെ ഇത് പറ്റിയിട്ടാണ് സംഭവിച്ചിട്ടാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പല്ലെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിനു മുന്നും ഇവിടെ ഈ വൈദ്യുതാഘാതമേറ്റ് മരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആരും ഇതിനെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാവുകൊണ്ട് കുറേ കോലാഹലങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും അത് രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് പ്രതി എന്ന് പറയുന്ന ആൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് വേറെ ദുരുദ്ദേശത്തോടു കൂടിയല്ല, ഓനൊരു തൊഴിലായി സ്വീകരിച്ചിട്ട് ഓൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണത്. ഈ കുട്ടികൾ ഇതറിയാതെ യാദൃശ്യമായിട്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടികളാണ്, മീൻ പിടിക്കാൻ പോയപ്പോൾ സംഭവിച്ച സംഭവമാണ്. ഇതിലാർക്കും രാഷ്ട്രീയമായിട്ട് യാതൊരു പങ്കുമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിൽ ഒരു പങ്കുമില്ല. ഇവിടുത്തെ പൊതുവെ എല്ലാ നാട്ടുകാർക്കും അറിയാതെ ഇതാണ് ഇവിടുത്തെ സംഭവം എന്നുള്ളത്. അതിപ്പോൾ ഇലക്ഷൻ നടക്കല്ലേ, അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ്, അല്ലാതെ അതിലൊരു സത്യമല്ല. ആ കുട്ടികൾ യാദൃശ്ചികമായിട്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ പെട്ടതാണ്. രാഷ്ട്രീയ മേഖലയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കോൺഗ്രസ്സാണ്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത ആൾ തന്നെ ഒരു 10 വയസ്സുള്ളൂ. നമ്മളൊക്കെ ഒരു ബാച്ചിൽ മണിമൂൾ സ്കൂളിൽ പഠിച്ചാണ്, ഒപ്പമല്ല ഒരു ബാച്ചിൽ. അവൻ നമ്മൾ അറിയണതാണ്, അവനിവിടെ ഇങ്ങനെ നടക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഓൻ തന്നെ സമ്മതിച്ചു. ഓനിപ്പോൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവൻ സമ്മതിച്ചാണ് എന്ത്, ഞാൻ ഇങ്ങനെ കെണി വെച്ച് പന്നീനെ ഇറച്ചി വെക്കുന്ന പണിയാണ്, അപ്പോൾ എൻ്റെ ഒരു തൊഴിലാണെന്ന് സമ്മതിച്ചു. പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ പോകേണ്ട ആവശ്യമില്ല. പറയുന്ന കുറ്റവാളി അതിൽ കിടക്കുന്ന ചോദന ശിക്ഷ എങ്ങനെ വാങ്ങിക്കൊടുക്കാൻ കഴിയും? നിങ്ങളെന്ന് പറഞ്ഞാണ് 15 ദിവസം 10 ദിവസം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിന് ഈ ഇലക്ഷന് തീരുന്നത് വരെ ചിലപ്പോൾ കുറച്ച് ഹൈഡായിട്ട് വെക്കും. ഇലക്ഷൻ തീരുന്നതോടുകൂടി അത് എന്തെങ്കിലും മദ്യം പറഞ്ഞാണ് ഉയർത്തുന്നത്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവന് അങ്ങനത്തെ ഒരു ബന്ധമില്ല. കാരണം ഇതുവരെയായിട്ട് കോൺഗ്രസ്സുകാരനെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പാർട്ടിയിൽ ഇതുവരെ കണ്ടിട്ടില്ല, പ്രവർത്തിക്കാനായിട്ട് കണ്ടില്ല. ഇല്ലല്ല. വന്യമൃഗ ശല്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി ഇവിടെ എല്ലാവരും കർഷകർ മുറവിളി കൂട്ടിയിട്ട് ഒന്നിനും ഒരു പരിഹാരം ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ വെള്ളക്കട്ട വെച്ചിട്ട് ഒരു 15 വയസ്സുകാരൻ മരിച്ചു. അതിനെപ്പറ്റി പ്രതിഷേധിക്കുമ്പോൾ വരെ പറയണത് എന്താ, അത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഈ രാഷ്ട്രീയക്കാരല്ലാതെ പിന്നെ ആര് പറയുന്നത്? രാഷ്ട്രീയ ഒരു സിസ്റ്റം തന്നെയല്ലേ. പ്രതിഷേധിക്കണ പോലെ പ്രതിക്കൂട്ടിലാക്കണ പരിപാടിയാണ്. അതിനിവിടെ UDF അധികാരത്തിൽ വന്ന ഒരു മാറ്റം വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷയും.